everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Kalam Kaval. Let's watch it. it. Suspense. Oh. BGM देख रहे? ये वही बंदी है ना? नहीं, दूसरी है शायद से। नहीं, इसने स्माइल किया कोई और है। वो कैसे देख रहे यार? ഫ്രണ്ട് വരില്ല. Okay. நீங்க சத்தையில வேலை பாக்குறீங்க? இல்ல, ஏன் விட்டீங்க? நீங்க? நான் இங்க மேற்பால வில்லேஜ் ஆபீஸ்ல கிளார்க்கா வருவேன். Oh. क्या पता अभी इधर भी एक है। नहीं वही है। நீங்க என்ன பார்க்க தொடங்கி எவ்வளவு நாள் ஆச்சு? नहीं கொஞ்ச நாளாவே பார்த்துட்டு இருக்கேன். அப்படியா? ஆனா நான் இந்த ஒரு வாரமா தான் உங்களுக்கு கவனிக்கிறேன். அது உண்மையை சொன்னா முதல்ல உங்ககிட்ட பேசுறது ரொம்ப பயமா தான் இருந்தேன். Okay. ஏன் அப்படி? அது ஆன்சி போனதுக்கு அப்புறம் ஃப்ரெண்ட்களோட பேசுறதுல கொஞ்சம் தயக்கமா தான் இருந்தது. ये अलग है। நாளைக்கு இந்த பஸ் தானே? ബാക്ക് ഡോറിൽ കൂടെ ഇറങ്ങുന്നതാണ് ഞാൻ വിചാരിച്ചത്. हाँ പിടിച്ചിട്ട് ബുദ്ധിശിക്കനായിരുന്നോ? So many girls. അത് ഇന്നലെ ബസ്സിൽ വെച്ച് എനിക്ക് മനസ്സിലായി. അത് ആളുകളുടെ മുന്നിൽ അതെനിക്ക് മനസ്സിലായി. വേറെ കാര്യം ഉണ്ടായിരുന്നു. എന്ത്? നമ്മള് കല്യാണം കഴിച്ചാൽ നല്ല രസമായിരിക്കില്ലേ? ओ ഞാൻ ചുമ്മാ ഒരു ഇതിനങ്ങ് പറഞ്ഞെന്നുള്ളൂ കേട്ടാ. എന്ത്? അല്ല മൂലേത് ആദ്യം പറഞ്ഞതിനാണ് രണ്ടാമത്തെ പറഞ്ഞതിനാണ്? രണ്ടിനും. Both. भाई क्या ये? എല്ലാവരെയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരേണ്ടി വരും. അതെന്തിന്? അതാണ് ഇവിടുത്തെ ചടങ്ങ്. നിന്റെ പേടിയെല്ലാം മാറിയാ? എനിക്കതിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ടു കണ്ടാൽ തന്നെ അറിയായിരുന്നു.
लिया था ना उसने शायद से। हाँ यार उसने टेस्ट किया था साइनाइड। बट ये क्यों कर रहे हैं? वही तो पिक्चर देखनी है। ये कोई और है। എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഒന്നുകൂടെ ആയാലേ? എനിക്ക് ചെറുതായിട്ട് വിശക്കണം. എനിക്കും. എന്നാ പിന്നെ നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാലാ? ഇനിയോ? അതെന്തൊരു 8 പോലും ആയിട്ടില്ലല്ലോ. എന്നാ പിന്നെ പോയിട്ട് വരാം. പൊറോട്ട എങ്ങനെയുണ്ട്? അല്ലേ ഇറച്ചി ശരി വേവല ടേസ്റ്റ് கொஞ்சம் കമ്മിയായിട്ട്. ഇത് ഇവിടെ ആയതുകൊണ്ടാ. 26ஆம் தேதியான கல்யாணம் ரிசப்ஷன் பண்ண சொன்னீங்க. இல்ல அப்புறம் பிரச்சனை வராதுல்ல. മുതലേ പ്രശ്നം വരാ. ഇവിടുത്തെ രജിസ്ട്രാർ എന്റെ കൂട്ടുകാർ വരെയുള്ള ആളാണ്. ഞാൻ അതെല്ലാം പറഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. നീ പീരിയഡ്സ് ആയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ പറഞ്ഞു? ஆமா 2 வாரம் ஆயிட்டு. ടാബ്ലറ്റ് വാങ്ങിച്ചു കഴിക്കാം. റിസ്ക് എടുക്കണ്ട. പിള്ളേരൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ട് പോലെ. अरे आई एम कंफ्यूज नाउ। कंफ्यूज नहीं बाबा। റൂമിൽ ചെന്നിട്ട് കഴിച്ചാ പോരെ? ഇല്ല, എത്രയും പെട്ടെന്ന് കഴിക്കുന്നു അത്രയും നല്ലതെന്നായാലും ഉടനെ. കുറച്ചുനേരം അതിനകത്ത് ഇരിക്കണം അല്ലേ? പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ നോക്ക്. ചിലവർക്ക് ഛർദ്ദിക്കാൻ തോന്നുമെന്നാണ് അയാൾ പറഞ്ഞത്. उसका फोन है इसके पास है। वो हर एक बार तो उसका फोन ले जाता ना। बाबा तेरी I'm loving this ring. अब क्या? बाबा तेरी तो ഞങ്ങൾ കേരള പോലീസിൽ നിന്നാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ വന്നത്. സരോജയില്ലേ? அம்மா தான் சார் உடம்பு சரியில்லாம படுத்திருக்காங்க. சார் என்ன சார் பிரச்சனை? எனக்கு ஒன்றும் புரியல. എന്റെ പേരെന്താ? ബിജു. ഇത് സരോജയുടെ നമ്പറാണോ? ஆமாம் சார். ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസായി ആ നമ്പർ ഒന്ന് ലിങ്ക് ആയിട്ടുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവുന്നതാ. ओके அம்மாவோட நம்பர் போனோட சேர்ந்து மிஸ் ஆயிடுச்சு சார். அம்மா இப்ப வேற நம்பர் யூஸ் பண்றாங்க.
ദിവസം ആச்சு സാർ. എന്നിട്ട് പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? சார் அது பழைய மாடல் போன் சார். அதுவும் இல்லாமல் சுவிட்ச் ஆஃப் ஆயிருந்துச்சு. அதனால அப்படி விட்டுட்டோம் சார். ഓ, പിന്നെ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ മിസ്സിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓ இல்ல சார், அப்படியெல்லாம் ஒன்று. अभी नो कनेक्शन नहीं मिला फोन പിന്നെ का। സരോജയുടെ മകനെ വിശ്വസിക്കാം സാർ. ഞങ്ങൾക്കും ആ സംശയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി, അവന്റെ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തു. പിന്നെ അവന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടില്ല. അവരുടെ മിസ്സായ ഫോൺ മറ്റവന്റെ കയ്യിലെത്താനാണ് സാധ്യത. അത് മോഷ്ടിച്ചതാണെങ്കിലും സാറേ, ആ സംശയം എത്ര സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ ശങ്കർ സാറിന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ, പിന്നെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കൊട്ടായിക്കുളം കേസിലെ വിമലയുടെ ഫോൺ മിസ്സായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ നിന്ന് വേറെ നമ്പറിലോട്ട് ഫോൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ओके ഡീറ്റെയിൽസ് നാളെ കിട്ടും. സത്യം പറഞ്ഞ സാർ, അതിലാണ് എന്റെ പ്രതീക്ഷ. अरे अगेन எப்போதான் பாம்பேக்கு போறது? അടുത്ത വാരം போக வேண்டியது. ஆனா நான் கால் பண்ணி 2 வாரம் லீவு கேட்டிருக்கேன். அது எதுக்கு? அவனை பார்த்த பிறகு போக தோணல. நாளைக்கு வருவியா? எதுக்கு நீ தைரியமா இரு. பிள்ளைகளை கொஞ்சம் கொஞ்சமா மாத்தி நம்ம வீட்டுக்கு கொண்டு வந்துடலாம். என்ன हाँ முதல்ல நீ உன் நம்பர் விடு. बाप रे नेक्स्ट टारगेट ഏതായാലും തമിഴ്നാടാണ്. वो अभी अभी जाकर इन लोग को कुछ पता चला। हाँ वो उसका नंबर सेव हाँ। किया ना, अभी उसको ट्रैक, उसका फोन नंबर ट्रैक कर लो। நாளைக்கு வர பிரச்சனை வராதுல்ல. இல்ல, ஆனாலும் கொஞ்சம் பயமா இருக்கு. நீ பயப்படுற? நான் இருக்கேன்ல. போக எல்லாம் சரியே. நாளைக்கு நம்ம எங்க தங்க போறோம்? அது அங்க கொல்லத்துல ரூம் புக் பண்ணிருக்கேன். இங்க பிரச்சனை ஒண்ணும் இல்ல. अरे ഇതിൽ അഭിജയുടെ എവിടെയാണ്? இல்ல, ஏன்? ഞങ്ങൾ കേരള പോലീസിനാണ്. അഭിജയുടെ ഒരു കാര്യം തിരക്കാൻ വേണ്ടി വന്നേ. என்ன கேஸ்? ஏதாவது பிரச்சனை இருக்கா சார்? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം അറിയാൻ വന്നതാ. അഭിജയില്ലേ? அந்த தழுத்தெரிச்சவ 2 வாரத்துக்கு முன்னாடியே எவன் கூடயே ஓடி போயிட்டான். ओ तेरी சார், ஏதாவது பிரச்சனையா சார்? அவ திரும்பி வருவாளா சார்? അനന്തേ, मतलब उसका भी हो गया होगा। अभी एक और एक डैन। कितनी बाबा, मैं हैरान हो रहा हूँ। ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ജയകൃഷ്ണ. അല്ല സാർ, അത് അടുത്ത അറ്റംപ്റ്റിന് മുമ്പ് എന്തായാലും നമുക്ക് അവരെ പിടിക്കാൻ പറ്റും. എടോ, ആകപ്പാട്
സൈബർ സെല്ലിൽ നമ്മൾ എല്ലാ ഫോണുകളും അനലൈസും ചെയ്ത് മാപ്പിംഗ് നടത്തിയതാണ്. സസ്പെക്ട് ഒരാളാണെന്നുള്ളത് ഏകദേശം ഉറപ്പുമാണ്. പുറത്തൊന്നും വല്ല ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ കൃത്യം നടക്കുന്ന സമയത്തെല്ലാം ഇയാൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് മാർത്താണ്ഡം കുമാരകോവിൽ ഏരിയയിലാണ്. സാർ നമുക്ക് അവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ പിടിക്കാൻ പറ്റും. ലോക്കൽ പോലീസിന്റെ ലോക്കൽ പോലീസിന്റെ കാര്യം ഞാൻ തൽക്കാലം ആയിട്ട് ബന്ധപ്പെട്ടോളാം. എനിക്ക് ഞാൻ നാളെ തന്നെ അവിടെ പോകാൻ ശ്രമിക്കും. പക്ഷെ എന്റെ ഇത് വെച്ചിട്ട് അവസാനം മിസ്സായ അഭിജയുടെ ഫോൺ ഉടനെ ഓണാകും. 99% ഇതിൽ നിന്ന് വരാൻ പോണ ഫോൺ കോൾ കേരളത്തിലോട്ടുള്ള ഏതെങ്കിലും സ്വീകരിക്കായിരിക്കും. ആ ഫോൺ കോളിൽ നമുക്ക് തന്നെ പോകാൻ സാധിക്കും. Man, he's good. यार कितनी लड़कियां बट this is crazy means super crazy. You know, first time I'm watching him with As a that negative. lovey-dovey, like. Not lovey-dovey, but he's kind of a psycho killer here. He's actually a psycho he's killer. actually a. But still, the way वो लड़कियों को किस तरह पटा रहे, like you know. बहुत जबरदस्त है. How I'm, मतलब मैं तुम्हें रोज नहीं देख सकता. Crazy, एकदम crazy है. Oh God. And now let's see, will police be able to catch him or not? Cool. So let's wait for more. Meanwhile, take care. Bye bye.